തരണമേ താണു ദൈവത്തിൻ സോനുഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചൂടി ഭക്തിപൂർവം ഈ പീഡാനുഭവങ്ങൾ നമ്മളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരും സ്തുതിഗീതം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ചീനിയിട്ട് 2 വേലക്കാരെയും മകനെ സഹാക്കിനെയും കൂട്ടി വെളിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം ഉള്ള സ്ഥലത്തേക്ക് പോയി. വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. മാത്രമല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇവ അരുളിച്ചതിനു ശേഷം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ എബ്രേം തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗെത്സമേൻ എന്ന പേരിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും